അനർഹമായതൊന്നും ക്രൈസ്തവ സഭ കൈപ്പറ്റിയിട്ടില്ല എന്നും അങ്ങനെയുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ തെളിയിക്കണം എന്നുമായിരുന്നു KCBC വക്താവ് ഫാദർ തോമസ് തറയിലിന്റെ വെല്ലുവിളി. അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ തെറ്റായ ചില ധാരണകളുടെ പേരിലോ ആയിരിക്കാം ഇങ്ങനെയൊക്കെ അദ്ദേഹം പറയുന്നത്. കാരണം ഇവിടെ ക്രൈസ്തവ സമൂഹം അത് വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ചാൽ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ന്യായമായിട്ട് ഇവിടുത്തെ അധികാരത്തിലോ ഉദ്യോഗങ്ങളിലോ ഒന്നും ക്രൈസ്തവ സമൂഹത്തിന് അർഹമായിട്ടുള്ള പ്രാതിനിധ്യം ഇപ്പോഴും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായൊരു വസ്തുതയാണ്. പക്ഷെ അതൊന്നും പരിഗണിക്കാതെ അദ്ദേഹം ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് അറിയത്തില്ല. ഇവിടുത്തെ പിന്നാക്ക അധസ്ഥിത വിഭാഗങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസം നൽകിയതും ആതുര സേവനങ്ങൾ നൽകിയതും മറ്റ് സാമൂഹ്യ ശുശ്രൂഷകൾ നൽകിയതുമൊക്കെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സ്ഥാപനങ്ങളിലൂടെ തന്നെയാണ്. അപ്പോൾ ഇവിടെ അന്യായമായിട്ട് എന്തെങ്കിലും നേടിയെടുത്തു എന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ തെളിയിക്കട്ടെ. KCBCയുടെ നിലപാട് ഇതാണ്. ഡാനിപ്പോളും ചേരും. അതിനു മുമ്പ് ഇപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ 3 പതിറ്റാണ്ട് പൂർത്തീകരിച്ച വെള്ളാപ്പള്ളി നടേശന് ആദരം അർപ്പിക്കുന്ന ചടങ്ങ് നടക്കുന്നുണ്ട്. ആ ചടങ്ങിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ, ഒപ്പം മന്ത്രി VN വാസവൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ, സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാരിനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലാതുമൊഴിയുമോർക്കിൽ നീ. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ 3 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലുള്ള ആദരവിന്റെ ചടങ്ങാണ് നടക്കുന്നത്. ഡാനി ചേരുന്നുണ്ട്. ഡാനി, ഈ ചടങ്ങിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ആ കീർത്തനം അത് ശ്രീനാരായണ ഗുരു രചിച്ച കീർത്തനമാണ്. ആ കീർത്തനത്തിൽ അതിൻ്റെ അന്തസത്ത അടക്കം ഉൾക്കൊള്ളേണ്ട ആളാണല്ലോ ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന ചോദ്യം ആണ് ഇപ്പോൾ ഉയരുന്നത്. അവിടെ തീർച്ചയായും ഒരു ജാതിയും ഒരു മതവും ഒരു ദൈവവും എന്നതെല്ലാം പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട്. ജാതി ചിന്തകൾക്ക് അതീതമായി മുന്നോട്ട് പോകണം എന്ന ഗുരുദേവൻ്റെ ആദർശമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ വസ്തുതാപരമായി പരിശോധിക്കുമ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വയ്ക്കുന്ന ആശങ്ക ഏതാണ്ട് എല്ലാ മതവിഭാഗങ്ങളും ആഭ്യന്തരമായി പറയുന്ന ഒന്ന് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ക്രൈസ്തവ വിഭാഗവും ഒന്നും മാറി നിൽക്കേണ്ടതില്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം ഇടുക്കി, കോട്ടയം പോലെയുള്ള ജില്ലകളിൽ ജനസംഖ്യ കുറയുന്നത്, അവിടെ നിന്ന് ആളുകൾ വലിയ തോതിൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർ മറ്റു രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോകുന്നത്, അതൊക്കെ ആ സമുദായത്തിൻ്റെ ബലത്തെ കുറയ്ക്കുന്നുവെന്നും അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് തിരിച്ചടിയാകുന്നുവെന്നും ആഭ്യന്തരമായെങ്കിലും ഈ വിഭാഗങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതങ്ങനെ പരസ്യമായി പറയാറില്ല. ഇപ്പോൾ KCBCയുടെ പ്രതികരണം വരുമ്പോഴും അനർഹമായതൊന്നും സ്വന്തമാക്കിയിട്ടില്ല എന്ന് പ്രതികരിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരെ വിമർശനമായി തന്നെ അത് മാറുകയല്ലേ ഇപ്പോൾ KCBCയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം? മറ്റ് ക്രൈസ്തവ സംഘടനകൾ ഇത്തരത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ടോ? അഭിലാഷ്, ഇതിൽ ആദ്യ പ്രതികരണം തന്നെ KCBCയുടേതാണ്. അത് കൃത്യമായിട്ട് തന്നെ ക്രൈസ്തവ സഭകളെ കൃത്യമായി പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ് KCBC എന്ന് പറയുന്നത്. കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലിൻ്റെ തന്നെയാണ് ആ പ്രതികരണം വന്നിരിക്കുന്നത്. KCBC വക്താവ് തന്നെയാണ് ഇതിനോട് പ്രതികരിച്ചിരിക്കുകയും ചെയ്യുന്നത്. പറയുന്നത് വളരെ കൃത്യമാണ്. ഇതിൽ ഈ ഒരു തരത്തിൽ ഒരു വെല്ലുവിളി വെള്ളാപ്പള്ളി നടേശന് മുന്നിലേക്ക് വെക്കുകയാണ്. കാരണം ഏതെങ്കിലും രീതിയിൽ അനർഹമായി ഈ സഭ അല്ലെങ്കിൽ സമുദായം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ആവശ്യപ്പെടുകയാണ്. സാധാരണ സാമുദായിക സംവരണം അത്തരം സൂത്രവാക്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് തന്നെ പലപ്പോഴും പല ആനുകൂല്യങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ലഭിക്കാറുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ക്രൈസ്തവ സഭയ്ക്ക്, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അത്തരം അനർഹമായത് തങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കട്ടെ എന്ന് പറയുന്നു. തങ്ങളുടെ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ, ഇതെല്ലാം തന്നെ വളരെയധികം നന്നായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്നും, സർക്കാരിൽ നിന്നും സൗജന്യം പറ്റിയിട്ടല്ല. ഇത് സഭാ വിശ്വാസികളടക്കമുള്ള അവരുടെ പ്രയത്നത്തിൻ്റെ ഒരു കണിക അവർക്ക് നീക്കി വെച്ചുകൊണ്ട് അതിൽ നിന്ന് ഉയർത്തിയ പ്രയത്നമാണ് എന്നത് ചൂണ്ടിക്കാണിക്കുന്നു. അത് കണ്ട് അസഹിഷ്ണുത പ്രകടിപ്പിക്കേണ്ടതില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ബിഷപ്പുമാർക്ക്
രാഷ്ട്രീയം ഉണ്ട് എന്ന രീതിയിൽ തന്നെ ചില പ്രസ്താവനകൾ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അവർ ഇത് രാഷ്ട്രീയം കളിക്കുകയാണ്, വിലപേശൽ നടത്തുകയാണ് എന്നതടക്കമുള്ള ചില സൂചകങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത് ഏത് രീതിയിലാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്ന് പറയുന്നു. കാരണം സഭാ മേലധ്യക്ഷന്മാരെ എല്ലാം തന്നെ സ്വാഭാവികമായിട്ട് തന്നെ പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ കാണാറുണ്ട്. സഭാ നേതാക്കളെ മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനെയും മറ്റുള്ളവർ വന്ന് സന്ദർശിക്കാറില്ലേ എന്ന മറുചോദ്യമാണ് ചോദിക്കുന്നത്. അതിൽ എന്തിനാണ് ഇവിടെ രാഷ്ട്രീയവും അസഹിഷ്ണുതയും പ്രകടിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനും സഭാ നേതൃത്വം മുന്നിട്ടിറങ്ങുകയില്ല. അങ്ങനെ ഇതുവരെയും ഒരു ആഹ്വാനമോ കാര്യങ്ങളോ ഒന്നും തന്നെ നടത്തിയിട്ടുമില്ല എന്ന് പറയുന്നു. ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ പ്രസ്താവനകളെ അവഗണിക്കുകയാണ് സഭ എന്നാണ് പറയുന്നത്. ഇതിനെ ആ രീതിയിൽ തന്നെ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒപ്പം ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ നാളുകളായിട്ട് അദ്ദേഹം ഈ രീതിയിൽ തന്നെ പലപ്പോഴും പ്രസ്താവനകൾ ഇറക്കാറുണ്ട്. പക്ഷേ അത്ര കണ്ട് അത് കാര്യമായി ഗൗനിക്കേണ്ടതില്ല. പലരും തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ തള്ളുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. പക്ഷേ ഇത്തവണ ഈ ബിഷപ്പുമാരടക്കം രാഷ്ട്രീയ വിലപേശൽ നടക്കുന്നു എന്ന രീതിയിലുള്ള പ്രസ്താവനകളോട് ഒരു തരത്തിലും തങ്ങൾക്ക് യോജിക്കാൻ കഴിയുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഒപ്പം തന്നെയും യാതൊരു രീതിയിൽ അനർഹമായ ഒന്നും തന്നെയും ക്രൈസ്തവ സഭ കൈപ്പറ്റിയിട്ടുമില്ല. അങ്ങനെയുണ്ടെങ്കിൽ തിരിച്ച് തെളിയിക്കാനായിട്ട് വെള്ളാപ്പള്ളിയോട് KCBC തന്നെ ഇപ്പോൾ ആവശ്യപ്പെടുകയാണ്. അഭിലാഷ്. ഡാനി ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ. സജിത്ത് വീണ്ടും ചേരുന്നുണ്ട്. സജിത്ത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഡേറ്റകളുടെ അടിസ്ഥാനത്തിൽ എന്താണ് വെള്ളാപ്പള്ളി പറഞ്ഞു വെച്ചത് എന്നത്. അതിനപ്പുറത്ത് വെള്ളാപ്പള്ളി പറയുന്ന രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു എന്നുള്ളതാണ്. വെള്ളാപ്പള്ളിയുടേത് വിദ്വേഷ പ്രസംഗമാണ് എന്ന പ്രതികരണം മറ്റു കോണുകളിൽ നിന്ന്, ഇതര മതവിഭാഗങ്ങളിൽ നിന്നൊക്കെ വരുമ്പോൾ പോലും ഇപ്പോൾ ജാതി ചിന്തകൾക്ക് അതീതമായി ഇപ്പോൾ SNDP പോലൊരു സംഘടന ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിൽ ഉള്ള ഒരു സംഘടനയാണ്. സ്വാഭാവികമായും ശ്രീനാരായണ ഗുരു ജാതിമത ചിന്തകൾക്കെതിരെ പ്രവർത്തിച്ച ആൾ കൂടിയാണ്. പന്തിഭോജനം പോലെയുള്ളവ പ്രോത്സാഹിപ്പിച്ചതാണ്, മിശ്ര വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിച്ചതാണ്. അതൊക്കെ വസ്തുതാപരമായി നിലനിൽക്കുമ്പോഴും നമ്മൾ ഈ 2025 ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഈ വിഷയത്തെ നോക്കി കാണാനും നമുക്ക് സാധിക്കില്ല. ഇവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്താണ്? അതായത് കേരളത്തിലെ മതസാമുദായിക സംഘടനകൾ അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും എങ്ങനെയാണ് അധികാര സ്ഥാനങ്ങളിൽ ഉൾപ്പെടെ എത്തിപ്പെടാൻ സാധിക്കുക എന്നത് സംബന്ധിച്ചൊരു മത്സരവും നടത്തുന്നുണ്ട് ആഭ്യന്തരമായി എല്ലാ സംഘടനകളും. അതിനിടയിലേക്ക് വെള്ളാപ്പള്ളിയെ പോലെയുള്ളവർ പരസ്യമായി രംഗത്ത് വരുന്നു എന്നുള്ളതല്ലേ ഇനി രാഷ്ട്രീയമായി കൂടി വലിയ തോതിൽ ചർച്ച ചെയ്യുന്നത്. ഇത് ഇതര സംഘടനകളെ, മതസാമുദായിക സംഘടന സംബന്ധിച്ചിടത്തോളം അവരുടെ നീക്കങ്ങൾ എങ്ങനെയെന്നതുകൂടി നിർണ്ണയിക്കാൻ പോകുന്ന, അവരും ഈ വിഷയത്തെ ഗൗരവമായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതല്ലേ യഥാർത്ഥത്തിൽ വസ്തുതാപരമായി നടക്കാൻ പോകുന്നത്. അഭിലാഷ്, തീർച്ചയായിട്ടും അത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന്, വെള്ളാപ്പള്ളി ഏതെങ്കിലും ആർക്കെങ്കിലും വേണ്ടിയുള്ള ഒരു ദൗത്യ പൂർത്തീകരണം, ദൗത്യ നിർവഹണം നടത്തുകയായിരുന്നു. അങ്ങനെ ഒരു ആക്ഷേപം ലീഗ് അടക്കമുള്ള കക്ഷികൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയ തലത്തിൽ ആ തരത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുമെന്നും കരുതാം. രണ്ട്, വെള്ളാപ്പള്ളി ഇപ്പോൾ ഇത് പറഞ്ഞത് മറ്റേതെങ്കിലും തരത്തിൽ ഉള്ള രാഷ്ട്രീയം മുൻനിർത്തിയാണോ, അതല്ലെങ്കിൽ ഈഴവ വിഭാഗത്തിന് നേരിടുന്ന അവഗണനകൾ മുമ്പ് പല ഘട്ടങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട്, അത്തരമൊരു തുറന്നു പറച്ചിലാണോ വെള്ളാപ്പള്ളി നടത്തിയത്? ഈ രണ്ട് ചോദ്യങ്ങളാണ്. ഒന്നാമതായി, വെള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവന ആരെ തുണയ്ക്കുമെന്ന ചോദ്യത്തിന് സ്വാഭാവികമായും ലീഗ് അടക്കം ഉന്നയിക്കുന്ന ആരോപണം ഇതിന് പിന്നിൽ ഒരു CPM അജണ്ടയുണ്ട് എന്ന വാദമാണ് അവർ ഉന്നയിക്കുന്നത്. ഒരുപക്ഷെ മുസ്ലിം ലീഗിൻ്റെ ഈ വാദം ഉന്നയിച്ചതിന് കാരണം വെള്ളാപ്പള്ളി അതിനകത്ത് നടത്തിയ ചില പ്രയോഗങ്ങളാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, ഇത് ലീഗ് നേതൃത്വത്തിലുള്ള വ്യക്തിയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. ഈ നടക്കുന്ന നീക്കങ്ങൾക്കെല്ലാം പിന്നിലുള്ള അജണ്ട, അതായത് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നു, മലപ്പുറത്ത് സീറ്റ് വർദ്ധിപ്പിക്കുന്നു. ഒപ്പം ഇത്തരം ശ്രമങ്ങളെല്ലാം സംഭവിക്കുന്നത് കേരളത്തിലൊരു മുസ്ലിം മുഖ്യമന്ത്രി, ലീഗുകാരനായ ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന ആക്ഷേപം വെള്ളാപ്പള്ളി ഇന്നലെ നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും അത് ലീഗിനെതിരായ ആക്ഷേപമാണ്. UDFനെതിരായ രാഷ്ട്രീയ പ്രതിസന്ധി കൂടി അതിൻ്റെ അകത്ത് അടങ്ങിയിരിപ്പുണ്ട്, ഒളിച്ചിരിപ്പുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, മുൻകാലങ്ങളിലും ഈ UDF നേതൃത്വത്തിൽ ലീഗ് നടത്താൻ പോകുന്ന അല്ലെങ്കിൽ ലീഗ് ശ്രമിക്കുന്ന ഒരു അപ്രമാദിത്വം എന്ന വിഷയം പലപ്പോഴും പല ഘട്ടങ്ങളിലും ചർച്ചയായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വെള്ളാപ്പള്ളി നടത്തിയ ഈ പ്രസ്താവനയിലൂടെ ഒരു ഭൂരിപക്ഷ ഏകീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂനപക്ഷത്തിനെതിരെ മറ്റൊരു നീക്കം അദ്ദേഹം മുന്നിൽ കാണുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ദൗത്യം ഇതിന് പിന്നിലുണ്ടോ തുടങ്ങിയ ആക്ഷേപമാണ്. എന്തായാലും ഈ വിഷയം അങ്ങനെയെങ്കിൽ സജിത്ത, അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളാപ്പള്ളിയുടെ പരാമർശത്തെ അതീവ ഗൗരവമായി കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. കാരണം ലീഗ് ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പമാണ് മുന്നോട്ട് പോകുന്നത്. സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ കേരളത്തിൽ രാഷ്ട്രീയ ബോധമുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ്, ഈ മന്ത്രിസ്ഥാനത്തെ ചൊല്ലി 5ാം മന്ത്രിസ്ഥാനം എന്നത് ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ വലിയ ചർച്ചയായ സാഹചര്യമാണ്. അതൊക്കെ ഈ അംഗബലം കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഉള്ള ലീഗ് UDFൽ പിടിമുറുക്കുന്നുവെങ്കിൽ, UDF അധികാരത്തിൽ വന്നാൽ അത്
ഭൂരിപക്ഷ സമുദായത്തിന് തിരിച്ചടിയാകുമെന്ന ഒരു സന്ദേശം ഇൻഡയറക്റ്റായി വെള്ളാപ്പള്ളി നൽകുന്നുണ്ടോ എന്ന ആശങ്ക. മറുഭാഗത്ത് BJP ആകട്ടെ, BJP ഭൂരിപക്ഷ സമുദായത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒപ്പം ക്രൈസ്തവ വിഭാഗത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നേറാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ടല്ലോ കേരളത്തിൽ. അത് തന്നെയാണ് പ്രസക്തമായ കാര്യം. സ്വാഭാവികമായും BJP നേതൃത്വം ഇപ്പോൾ ഹിന്ദു ഐക്യവേദി പോലെയുള്ള സംഘടനകൾ ഏറ്റെടുത്ത വിഷയത്തിൽ അവർ ഇതിനെ സ്വാഗതം ചെയ്തു കഴിഞ്ഞു. സമാനമായ നിലപാട് BJPയും ഇക്കാര്യത്തിൽ സ്വീകരിക്കും. അക്കാര്യത്തിൽ തർക്കമില്ല, അത് ഉറപ്പാണ്. ഇനി ഇതിൻ്റെ രാഷ്ട്രീയപരമായ പ്രത്യാഘാതം നേരിടുക ആര്, അല്ലെങ്കിൽ ഈ വെള്ളാപ്പള്ളി പറഞ്ഞതിന് എന്തെങ്കിലും രാഷ്ട്രീയപരമായ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടായാൽ അത് ഏത് മുന്നണിയെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും അത് UDFിൻ്റെ രാഷ്ട്രീയ നഷ്ടമായി തന്നെ മാറാനാണ് സാധ്യത. കാരണം നമുക്കറിയാം UDFിൽ പലപ്പോഴും പറഞ്ഞു കേട്ടിരുന്ന വാക്കാണ് കുഞ്ഞുഞ്ഞ്, കുഞ്ഞുമാണി, കുഞ്ഞാപ്പ. ഈ മൂന്ന് നേതാക്കളെ ബന്ധിപ്പിക്കുന്ന അവരുടെ ബന്ധത്തെക്കുറിച്ച് വാക്കാണെങ്കിൽ കൂടിയും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അത് കേരളത്തിൽ ഈ മൂന്ന് സമുദായങ്ങൾ ചേർന്നുകൊണ്ട് ഒരു പ്രത്യേക നീക്കം നടത്തുന്നു എന്നതാണ്. അവിടെ ഹിന്ദു ഭൂരിപക്ഷത്തെ അവഗണിക്കുന്നു UDF എന്ന ഒരു ധ്വനി കൂടി അതിനകത്തുണ്ട്. സമാനമായി വീണ്ടും ഇത് ഉയരുന്നു. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ 5ാം മന്ത്രി വിവാദം ഉയർന്നപ്പോഴും UDFിന് മുന്നിൽ പ്രതിസന്ധി ഉണ്ടാക്കിയത് അതുതന്നെയായിരുന്നു. സമാനമായി ഈ വാദം കേരളത്തിലൊരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാവാൻ ശ്രമിക്കുന്നു, അങ്ങനെ ഒരു ശ്രമം നടക്കുന്നു, അതിന് പിന്നിൽ ഒരു ബോധപൂർവമായ അജണ്ടയുണ്ട് എന്ന വാദം വെള്ളാപ്പള്ളി മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യപ്പെട്ടാൽ അത് ആർക്ക് രാഷ്ട്രീയ നഷ്ടമുണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് UDFിനാണ്. കാരണം മുസ്ലിം ലീഗ് ഇപ്പോൾ UDFിലാണ് എന്ന കാരണം തന്നെയാണ്. അതാണ് ഈ സാമുദായിക